രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയുകയാണ്. അപ്പോൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് നിർണായകമായ ഒരു ദിവസം കൂടിയാകുന്നുണ്ട്. തിയോഫിൻ ഒരിക്കൽ കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്നും. തിയോഫിൻ, കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയാൽ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിപ്പോകാനുള്ള ഒരു സാധ്യത അതേത് രീതിയിലാണ്? പ്രോസിക്യൂഷന്റെ വാദം എങ്ങനെയാണ്? വിനീഷ, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇന്ന് വരാനിരിക്കുന്ന ഹൈക്കോടതി വിധി നിർണായകമാണ്. ജസ്റ്റിസ് കൗസറയുടെ ഭാഗത്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകളിൽ ആദ്യത്തെ ബലാത്സംഗ കേസിലാണ് ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അതിലാണ് വിധി വരാനുള്ളത്. നേരത്തെ കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നു എന്ന് വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. പ്രോസിക്യൂഷൻ്റെ വാദം പ്രധാനമായും ഈ പരാതിക്കാരിയെ മാനസികമായി തളർത്തി അതിനുശേഷമാണ് ഈ പ്രതി ലൈംഗികമായി ഉപയോഗിച്ചതെന്നും അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകരുത് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഈ പരാതിക്കാരിയുടെ വാദം കൂടി ഇതിനോടൊപ്പം ഉണ്ട്. ജാമ്യം അനുവദിക്കുന്നത് തൻ്റെ ജീവന് ഭീഷണിയാണ്. അതോടൊപ്പം തന്നെ തന്നെ മാത്രമല്ല നിരവധി പെൺകുട്ടികളെ പ്രതി ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞ മറ്റൊരു വിഷയം കഴിഞ്ഞ ദിവസം പരിഗണിക്കുമ്പോൾ ഈ പ്രതിയുടെ കൈവശം ഈ ഇരകളാക്കപ്പെട്ടവരുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രതി കൈവശം വെച്ചതായി ഫോണിൽ കൈവശമുള്ളതായി കണ്ടെത്തുകയാണെങ്കിൽ അതിലും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പരിഗണിക്കാമെന്ന കാര്യം കൂടി കോടതി പറഞ്ഞു. 2ഉം 3ഉം കേസുകളിൽ ബലാത്സംഗ കേസുകളിൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഒന്നാമത്തെ കേസിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചാൽ അത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിധി നിർണായകമാണ്. ഈ കോടതി മുൻകൂർ ജാമ്യം നൽകിയാൽ അത് ജാമ്യം നിലനിൽക്കും. അതേസമയം ജാമ്യം തള്ളുകയാണെങ്കിൽ ഇനി അറസ്റ്റിലേക്ക് പോകാവുന്നതാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ. എന്തായാലും തുടർ നടപടികൾ ഈ ഇന്നത്തെ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഈ വിധി നിർണായകമാണ്. എന്തുതന്നെയാണെങ്കിലും വളരെ ക്രൂരമായി തന്നെ തനിക്കുള്ള ഒരുപക്ഷെ അധികാരവും ഈ സമൂഹത്തിലെ സ്വാധീനവും ഒരു പ്രധാന പാർട്ടിയുടെ നേതാവെന്ന അല്ലെങ്കിൽ തൻ്റെ അവസരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോമിനേഷൻ പവർ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ ഇരയാക്കപ്പെട്ട സ്ത്രീകളെ ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുള്ളത്. അതും പലരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അതായത് ഒരു വ്യക്തി ഇരകളാക്കപ്പെട്ട ഒരാൾ വിചാരിച്ചത് തന്നോട് മാത്രമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു സ്നേഹം കാണിച്ചത്, ഈ അടുപ്പം കാണിച്ചത്, വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഈ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു. അത് നിരവധി പേരോട് ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട്, ഇങ്ങനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. പലരോടും വിവാഹ വാഗ്ദാനം നൽകുന്നു, ഗർഭിണി ആയവരെ അല്ലെങ്കിൽ നിർബന്ധിച്ച് ഗർഭിണികളാക്കുന്നു, അതിനുശേഷം ഗർഭഛിദ്രം നടത്തിക്കുന്നു. ഇത്തരത്തിലുള്ള വളരെ ക്രൂരമായ രീതിയിലുള്ളൊരു പെരുമാറ്റമാണ്. ഇതിനെതിരെയാണ് പരാതിയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതും. എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വിധി അത് നിർണായകമാണ്. അത് പ്രതികൂലമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിലേക്ക് വീണ്ടും അന്വേഷണ സംഘത്തിന് അത് പോകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. വിനിഷ, ശരി, ഏതായാലും നമുക്ക് വിധി കാത്തിരിക്കാം. ഏതായാലും നിർണായക ദിവസം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇന്ന് ഹൈക്കോടതി വിധി ഏത് തരത്തിലായിരിക്കുമെന്ന് കണ്ടറിയാം. നമുക്ക് നേരെ പോകേണ്ടത് വികസന മുന്നേറ്റ ജാഥയുമായി ബന്ധപ്പെട്ട വാർത്ത.